നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന സംരക്ഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ADGP അജിത് കുമാറിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അത്ര സുഖകരമായിട്ടുള്ളതല്ല. അത്രത്തോളം ഗുരുതരമായ ആരോപണങ്ങളാണ്, ആക്ഷേപങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ളത്. അതിനൊക്കെ അപ്പുറമാണ് CPM അല്ലെങ്കിൽ ഇടതുമുന്നണി രാഷ്ട്രീയമായി ശത്രുപക്ഷത്ത് നിർത്തുന്ന RSSന്റെ നേതാവിനെ രഹസ്യമായി ADGP കാണുകയും ചർച്ച നടത്തുകയും ചെയ്തു എന്നുള്ള വാർത്ത. എന്തായാലും ഈ വിഷയങ്ങളൊന്നും സർക്കാർ അറിയാതിരിക്കില്ല. ഇന്റലിജൻസ് വിഭാഗമടക്കം ഇത്തരം വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായി തന്നെ സർക്കാരിനെ അറിയിക്കുന്നതുമാണ്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ ആ ചുമതലയിൽ നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ അവിടെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന നിലപാടാണ് സർക്കാരടക്കം സ്വീകരിച്ചത്. അതേക്കുറിച്ച് CPI പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചപ്പോൾ ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്, ഞങ്ങൾക്കെന്താ അതൃപ്തിയില്ലേ, ഞങ്ങൾ തൃപ്തിയോടുകൂടിയാണോ ഇതൊക്കെ പറയുന്നത്, അതൊക്കെ സർക്കാരിൻ്റെ കാര്യം, പാർട്ടിയുമായി ഇതിനെ കൂട്ടിക്കെട്ടേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പാർട്ടിയുമായി കൂട്ടിക്കെട്ടേണ്ട എന്ന് പറയുമ്പോഴും സർക്കാരിൻ്റെ ഇത്തരം കൂടിക്കാഴ്ചകളെ ന്യായീകരിക്കാനോ അതിനെ അനുകൂലിക്കാനോ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്ന വസ്തുത കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് പാർട്ടി തള്ളിക്കളഞ്ഞിട്ടും ADGPയെ സർക്കാർ സംരക്ഷിക്കുന്നത്? അങ്ങനെ ഒരു നിലപാട് സർക്കാരിനുണ്ടോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കണ്ണൂരിൽ നിന്ന് ദാസനാണ് ആദ്യ പ്രേക്ഷകനായി ചേരുന്നത്. ശ്രീ ദാസൻ, കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കം ഈ ADGPയുടെ RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. അപ്പോഴും സർക്കാർ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്താണ് സർക്കാർ ഇങ്ങനെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്? സർക്കാരിന് ഇയാളെ എല്ലാ ഈ തെറ്റിനും കൂട്ടുവെക്കുന്ന ആളാണ് ഈ ഉദ്യോഗസ്ഥൻ. ഇയാള് ഒരു കാരണവശാലും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കാൻ യോഗ്യതയില്ല. ഇയാളെ പിരിച്ചുവിടുന്ന കാലം അതിക്രമിച്ചു. കാരണം ഇത് ഈ നാട്ടിൽ നിയമം ഉണ്ടെങ്കിൽ കോടതികളൊക്കെ അന്വേഷിക്കണം. ഇയാളെ പോലത്തെ ഒരു വൃത്തികെട്ട മനുഷ്യൻ കേരളത്തിൽ ഇല്ല. പക്ഷേ ഈ മുഖ്യമന്ത്രിന്റെ എല്ലാ തെറ്റിനും കൂട്ടുവെക്കുന്ന ഇയാളാണ്. പാർട്ടി MP വന്ന് ഇത് പറയുന്നില്ല. MP വന്നില്ല. ഈ CPM പാർട്ടിന്റെ മന്ത്രിസഭയിലുള്ളൂ. പാർട്ടിക്ക് സ്വാധീനമില്ലേ? പാർട്ടി പറഞ്ഞാൽ പോരെ. പക്ഷേ ഇയാള് ശരിക്കും പറഞ്ഞാല് എന്റെ അഭിപ്രായത്തില് പിണറായി വിജയൻ ശരിക്കും പെട്ടിട്ടാണ്. കാര്യം ആരെയും തള്ളിക്കൂടാ, അൻവറിനെയും തള്ളിക്കൂടാ, ഇയാളെയും തള്ളിക്കൂടാ. ഇതിന്റെ ഇടക്ക് പെട്ടിട്ടാവുള്ളൂ. പണ്ടൊരു കുട്ടി പറഞ്ഞായിരുന്നു, ഞാൻ സത്യം പറഞ്ഞാല് അച്ഛൻ അമ്മേനെ കൊല്ലും, ഞാൻ സത്യം പറഞ്ഞില്ലല്ലോ അച്ഛൻ പട്ടിയിൽ ഇറച്ചി വന്നു. ആ അവസ്ഥയിൽ ഇപ്പൊ മുഖ്യമന്ത്രിയുള്ള ഇയാൾ ശരിക്കും പെട്ടിട്ടുള്ളത് തന്നെ പറയാനുള്ളൂ. ശരി, ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും ചേരുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? പാർട്ടി അടക്കം ഇന്നലെ പൂർണ്ണമായും ആ കൂടിക്കാഴ്ചയെ തള്ളി പറയുന്നു. ഒരു വർഷം മുമ്പ് നടന്ന കൂടിക്കാഴ്ചയാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ക്രമസമാധാന ചുമതല എന്ന് പറഞ്ഞാൽ ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥനാണ് ആ ചുമതല വഹിക്കേണ്ടത്. അങ്ങനെ ഒരു സ്ഥാനത്ത് MR അജിത് കുമാർ തുടരുന്നത്? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. ഇത് സത്യത്തിൽ ഒരു ചക്കളത്തി പോരാട്ടമാണ് സാർ. പക്ഷെ CPIനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ CPI ഈ ആണത്തൊന്നല്ല ചങ്കൂത്തൊന്നല്ല സംഗതി ഇല്ല. അതവർ ആ വഴിക്ക് വിട്ടേക്ക് സാർ. പിന്നെ RSSും ഈ അജിത്തുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അടുത്ത നിയമസഭ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPIMന് BJPയുടെ പിന്തുണ കേരളത്തിൽ ആവശ്യമാണ്. അവരെ നിലനിർത്തി അതിന് യാതൊരു സംശയവും വേണ്ട. 20% വോട്ട് നേടിയിരിക്കുന്നു. അത് മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിനവർ മുൻകൂട്ടിയുള്ള പരിചയം ഒരു മുന്നോടിയുള്ള പ്രവർത്തനമാണ്. അങ്ങനെ രഹസ്യ ചർച്ച നടത്തിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ MV ഗോവിന്ദനും CPMും മന്ത്രിസഭയും ഇത് നാടകം കളിക്കുന്നതാണ്. പണ്ട് ശിവശങ്കർ ഈ കേസിൽപ്പെട്ടപ്പോൾ ഇവർ ഇതേ നാടകം തന്നെയാണ് കളിച്ചത്. ശിവശങ്കറല്ലേ ഞങ്ങളെന്ത് ഉത്തരവാദി എന്നാണ് ഇവർ ചോദിച്ചത്. ഇവര് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭയിലെ പ്രധാന ഔദ്യോഗിക പദവി വഹിക്കുന്ന ഒരാള് ഒരു അഴിമതിയോ അല്ലെങ്കിൽ കൃത്രിമയിലോ നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ മന്ത്രിസഭ വേറെ പാർട്ടി വേറെ എന്ന് പറയുന്നത് ചക്രത്തിൽ പോരാട്ടം എന്നല്ലാതെ വേറെ എന്താ സാർ പറയാ? അപ്പൊ അതുകൊണ്ട് BJP ആയിട്ട് ഇവർ ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അത്ഭുതപ്പെടാനൊന്നും. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റു പ്രേക്ഷകരുണ്ട്. കോഴിക്കോട് നിന്നും ശ്രീ കുഞ്ഞു മുഹമ്മദാണ്. ശ്രീ കുഞ്ഞു മുഹമ്മദ്, ADGPക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയരുന്നത്. സ്വാഭാവികമായും ആരോപണങ്ങൾ അന്വേഷണം നടത്താതെ സർക്കാരിന് നടപടിയെടുക്കാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹം CPMുമായോ അല്ലെങ്കിൽ LDFുമായോ ഒരു തരത്തിലും യോജിക്കാത്ത RSS വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന RSSന്റെ 2 പ്രധാനപ്പെട്ട നേതാക്കളുമായി അദ്ദേഹം രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അങ്ങനെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇന്റലിജൻസ് വിഭാഗം അത് സർക്കാരിനെ അടക്കം അറിയിച്ചിട്ടുമുണ്ടാവണം. എന്നിട്ടും അദ്ദേഹത്തിനെതിരെ ഇപ്പോഴും നടപടി ഉണ്ടാവുന്നില്ല. എന്താണ് പാർട്ടി തള്ളിയിട്ടും സർക്കാർ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. നമ്മൾ ഈ പ്രേക്ഷകർ വിളിക്കുന്ന നമ്പർ വീട്ടുപേരും പുറത്തേക്ക് ലീക്കായി പോവുക. എങ്ങനെയാണ് പറഞ്ഞ മനസ്സിലായില്ല? നമ്മൾ നിങ്ങളെ ചാനലിലേക്ക് വിളിച്ചിട്ട് അഭിപ്രായം പറയാൻ നേരം
ഈ നമ്പറും വീട്ടുപേരും ആളെ പേരും പുറത്തേക്ക് യൂട്യൂബിൽ പോയി ലീക്കായി പോവുക. അല്ല, നമ്മളെ ഇത് പരസ്യമായി പറയുന്ന അഭിപ്രായങ്ങളല്ലേ, ഇത് രഹസ്യമാക്കി വെക്കേണ്ട അഭിപ്രായമൊന്നും അല്ലല്ലോ. ഫോൺ നമ്പർ പോവുക. താങ്കളുടെ ഫോൺ നമ്പർ നമ്മൾ ആർക്കും കൊടുക്കാറില്ല. ഞങ്ങളുടെ ഫോൺ നമ്പർ പരസ്യമായി തന്നെ സ്ക്രീനിൽ എഴുതി കാണിക്കാറുണ്ട്. ആ അങ്ങനെ ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ പോയെന്ന് വെച്ച് നമുക്ക് അത്ര ഈ കാലത്ത് ഒരു അഭിപ്രായം പറയുന്നതിന് അതൊക്കെ ഒരു തടസ്സമാണോ? ഞങ്ങൾ എന്തായാലും അങ്ങനെ കൊടുക്കാറില്ല ആരുടെയും ഫോൺ നമ്പർ. ഞങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ തന്നെ ഇവിടെ സേവ് ചെയ്യാറ് തന്നെ. ലാൻഡ് ലൈനിലേക്കാണ് ഈ നമ്പറുകൾ വരുന്നത് തന്നെ. ബാക്കി കാര്യങ്ങൾ അടുത്ത ചർച്ചയിൽ പറയാം നമുക്ക്. അപ്പൊ ഇതറിയാൻ വേണ്ടി വിളിച്ചല്ലേ, ഈ അഭിപ്രായം പറയാൻ വിളിച്ചല്ലേ? ബാക്കി പിന്നെ പറയാം. ശരി, ഓക്കെ. എന്തായാലും ശരി. നമുക്ക് മറ്റു പ്രേക്ഷകർ കൂടിയുണ്ട്. ചാത്തന്നൂരിൽ നിന്നും ശ്രീ രാധാകൃഷ്ണനാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എന്തുകൊണ്ടാണ് ഈ ADGPയെ പാർട്ടി തള്ളിക്കളഞ്ഞിട്ടും സർക്കാർ സംരക്ഷിക്കുന്നത്? നമ്മൾ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രാഥമികമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ CPI UDF-ലെ ഘടകകക്ഷികളെക്കാൾ CPM-ൽ ജീർണത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുവാൻ ആർജവം കാണിച്ചിട്ടുള്ള പാർട്ടിയാണ് CPI. ഇപ്പോഴും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മറിച്ചൊന്നുകൂടെ, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് CPIക്ക് പരിമിതികളുണ്ട്. അത് മാത്രമാണ് എനിക്ക് പ്രാഥമികമായി പറയാനുള്ളത്. താങ്കൾ CPI-കാരനാണോ? തീർച്ചയായും ആണ്. ഞാൻ CPIയുടെ ചാത്തന്നൂർ ലോക്കൽ കമ്മിറ്റി മെമ്പർ കൂടാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മുടെ നാട്ടിൽ ഒരു സിസ്റ്റം ആളുകൾക്ക് ചില പരാതികളൊക്കെ ഉണ്ട് കേട്ടോ. മുമ്പ് ഉണ്ടായിരുന്ന നേതാക്കളൊക്കെ ഇത്തരം തെറ്റുകളെ കാണുമ്പോൾ ആർജവത്തോടു കൂടി പറയുന്നവരായിരുന്നു. ഇപ്പോൾ അത്രയൊന്നും പോരാ എന്നുള്ളൊരു പരാതിയൊക്കെ പൊതുവെ വരുന്നുണ്ട്. ജനാധിപത്യ സംവിധാനത്തിൽ ഒന്നും പട്ടാള ചിട്ടയിലൊന്നും നടക്കത്തില്ല സാർ. ഇത് ജനാധിപത്യം എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആണ്. ഞാൻ പറയട്ടെ, നമ്മുടെ 3 സംവിധാനങ്ങളാണ് നമ്മുടെ സംസ്ഥാനമായ. അതൊക്കെ ശരിയാണ്. പക്ഷേ മുമ്പൊക്കെ LDF-നെ സംബന്ധിച്ച് CPM-ന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ ആ വീഴ്ചയെ ആദ്യം ചൂണ്ടിക്കാണിച്ച് ആദർശപരമായ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് CPI എന്നൊക്കെയായിരുന്നു ആളുകളുടെ ധാരണ. അങ്ങനെ പ്രതീക്ഷയോടുകൂടി ഇപ്പോഴും നോക്കാറുണ്ട്. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റിട്ടുണ്ടെന്നാണ് പൊതുവെ തോന്നുന്നത്. ഒരിക്കലുമില്ല. നമ്മൾ എടുത്തു നോക്കൂ, ഇവിടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായം പറയൂ. ഓക്കെ, അതവിടെ കഴിയട്ടെ. CPIയുടെ ക്രെഡിബിലിറ്റിയുടെ കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഞങ്ങൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് കൂടി പറയാനുള്ളത്, നമ്മുടെ 3 സംവിധാനമാണ് നമ്മുടെ നാടിനെ നിയന്ത്രിക്കുന്നത്. ജുഡീഷ്യറിയെയും ലെജിസ്ലേറ്റീവിനെയും കൂട്ടിക്കെട്ടുന്ന അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് പോലീസ് സംവിധാനമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ജീർണിക്കാൻ സാധ്യതയുള്ള സംവിധാനവും പോലീസ് സംവിധാനമാണ്. അതിന്റെ ജീർണതയാണ് ജനാധിപത്യ സംവിധാനത്തിൽ കാണുന്നത്. നോക്കൂ, IAS അല്ലെങ്കിൽ IPS വിഭാഗത്തിലുള്ള ഉന്നത ഭരണാധികാരികൾ, അവർക്ക് അപ്പുറം വേറെ ആരും ഇല്ലല്ലോ. അവരിൽ ജീർണത, കാരണം അവരെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. ഗവൺമെന്റുകൾക്ക് പോലും അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കാൻ നോക്കൂ. അതിനാരും വിഭിന്നരല്ല. നാളെ BJP ആയാലും കോൺഗ്രസ് ശരി. എന്തായാലും അങ്ങനെയല്ല. സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ കഴിയുക, അല്ലെങ്കിൽ പിന്നെ സർക്കാർ വേണ്ടല്ലോ, ഉദ്യോഗസ്ഥരങ്ങ് ഭരിച്ചോളുമല്ലോ. സർക്കാർ നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളതാണ് സർക്കാരിന്റെ, ഏത് സർക്കാരും ചെയ്യേണ്ട കാര്യങ്ങൾ. ആ സർക്കാരിന്റെ നയത്തിനനുസരിച്ച് ഉദ്യോഗസ്ഥരെ പ്രവർത്തിപ്പിക്കാനുള്ള ഒരു ആർജവം എപ്പോഴും ഭരണാധികാരികൾക്ക് ഉണ്ടാവണം. നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് കൂടി പോവാം. കൊല്ലത്ത് നിന്ന് ശ്രീ രാജനാണ്. ശ്രീ രാജൻ, താങ്കൾക്ക് പറയാം. സാറേ, ഇതിപ്പോ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് ഷിബു ബേബി ജോൺ മന്ത്രിയായിരുന്നപ്പം മോഡിയെ പോയി കണ്ടു ഗുജറാത്തില്. ഞാൻ കണ്ടില്ല പുള്ളി രാജിവെക്കുവോ അല്ലെങ്കിൽ. ശ്രീ രാജൻ, എന്ത് താങ്കൾ ഉദ്ദേശിക്കുന്നത്? UDF-കാര് ചെയ്തുകൊണ്ട് LDF ചെയ്യുന്നത് തെറ്റില്ല എന്നാണോ? സാറേ, ഞാൻ പറഞ്ഞതിന് ശേഷം പറയാം സാറ്. ആ പുള്ളി രാജിവെക്കുവോ RSPന്ന് പിരിച്ചുവിടുകയോ ഒന്നും ചെയ്തില്ല. രണ്ടാമത് MK പ്രേമചന്ദ്രനെ വിളിച്ച് മോദി കെട്ടിപ്പിടിച്ച് ആഹാരം വാരി കൊടുക്കുന്ന കണ്ടു. ഒന്നും ഇവിടെ സംഭവിച്ചില്ല. ഈ ആകാശം ഒന്നും ഇടിഞ്ഞു വീട്ടില്ല. ശ്രീ രാജൻ, അത് തന്നെയാണ് എന്റെ ചോദ്യം. ഈ കോൺഗ്രസുകാർക്കെതിരെ നിരന്തരമായി നിങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളാണ് ഇതെല്ലാം. ഈ ആക്ഷേപങ്ങളെല്ലാം പലതവണ തെരഞ്ഞെടുപ്പിലൊക്കെ ചർച്ചയായതാണ്. പ്രേമേന്ദ്ര വിഷയമായാലും ഷിബു ബേബിയുടെ വിഷയമായാലും അവർക്കെതിരെ നടപടി ഉണ്ടായില്ല എന്നതുകൊണ്ട് ഇപ്പുറത്തും വേണ്ട എന്നാണോ താങ്കളുടെ നിലപാട്? ഇപ്പൊ ADGP പിന്നെ RSPയുടെ RSSന്റെ നേതാവിനെ കാണാൻ പോയത് പുള്ളി പറഞ്ഞത് എന്റെ സുഹൃത്താണ്, അതിന് പോയെന്ന്. അപ്പോഴത്തേനും കേരളത്തിന് മുകളിലുള്ള ആകാശം ഇടിഞ്ഞു വീണു. ഇപ്പൊ എന്താണ് വലിയ സംഭവം? കേരളത്തിന്റെ സർക്കാരിന്റെ സാധാരണ ഇതിൽ ഏത് സർക്കാർ വന്നാലും ആ സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ള, അവർക്ക് ഉറപ്പുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഈ ക്രമസമാധാന ചുമതലയുടെ തലപ്പത്തൊക്കെ വെക്കുന്നത്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ RSS നേതാവുമായി 1 മണിക്കൂർ രഹസ്യ ചർച്ച നടത്തിയതിന് പ്രത്യേകിച്ച് സർക്കാരിന് ഒന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയത്തെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല. പുനർജനിയുടെ അന്വേഷണത്തിന് അന്വേഷിക്കേണ്ട പിന്നെ VD സതീശൻ പോയി കണ്ടല്ലോ. VD സതീശൻ പോയി കണ്ടതല്ലേ? ഇതിന്
ഇതിനകത്തുള്ള ആൻസർ പറയൂ. താങ്കൾ മറ്റുള്ളവരുടെ കുറ്റം, മറ്റുള്ളവർ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളും ചെയ്യുമെന്നാണെങ്കിൽ പിന്നെ ഒരു രണ്ട് പാർട്ടിയായിട്ട് രണ്ട് വ്യത്യാസം എന്താണ്? എനിക്ക് ഒരു തെറ്റും തോന്നുന്നില്ല. അങ്ങേരുടെ ഫ്രണ്ടിനെ പോയി കണ്ടു. RSS ഇവിടുത്തെ നിരോധിക്കപ്പെട്ട സംഘടനയൊന്നുമല്ല. പുള്ളിയുടെ ശരി, അത് താങ്കൾക്ക് പറയാം. പക്ഷെ CPM-നെ സംബന്ധിച്ച് CPM അങ്ങനെയല്ല പറയുന്നത്. RSS നേതാക്കളെ കാണുന്നതും ചർച്ച നടത്തുന്നതും അവരുമായി സംവാദത്തിൽ ഏർപ്പെടുന്ന, അവരുമായി ഏതെങ്കിലും തരത്തിൽ രഹസ്യ നീക്കങ്ങൾ നടത്തുന്നതിനെയും തള്ളിപ്പറയുന്ന ഒരു പാർട്ടിയാണ് CPM. അങ്ങനെയാണ് ഇന്നലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം പറഞ്ഞത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കുഞ്ഞുണ്ണിയാണ്. ശ്രീ കുഞ്ഞുണ്ണി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? പാർട്ടി സെക്രട്ടറി അടക്കം തള്ളിപ്പറഞ്ഞു. അപ്പോഴും ADGP സ്ഥാനത്ത് നിന്ന്, ക്രമസമാധാന ചുമതലയുള്ള സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും മാറ്റമില്ല. അദ്ദേഹത്തിന് മാറ്റേണ്ട കാലം കഴിഞ്ഞു സാറേ. ഇതിനകത്ത് കള്ളത്തരത്തിന് മുൻപന്തിൽ നിൽക്കുന്ന നമ്മുടെ CM ഉൾപ്പെടെ അവർക്ക് കൂട്ടു നിൽക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെന്നൊക്കെ പറയണ ആ മൂല്യങ്ങളില്ലാതെ, കാരണം ഇവരുടെ സോഷ്യലിസ്റ്റ് മനോഭാവികൾ, ഈ ഗോവിന്ദന്റെ ഒക്കെ സംസാരത്തിന്റെ ഭാവം സാർ കണ്ടിട്ടില്ലേ? ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞ. അപ്പൊ മിനിമം ഒരു സോഷ്യലിസ്റ്റ് മനോഭാവം പോലും ഇല്ലാത്ത എന്ത് തോന്നിയവാസം ചെയ്യാം ഇവിടെ ചോദിക്കാൻ. കൂടുതൽ ഇയാൾ നിൽക്കണം, ഇയാൾ മാറ്റില്ല. എല്ലാ കള്ളത്തരങ്ങളും ഈ പുള്ളി അൻവർ പറഞ്ഞ കാര്യം നമ്മൾ കേട്ടതല്ലേ. ഇയാളെ പണ്ടേ കല്ലെറിഞ്ഞ് പുറത്തേക്ക് കളയേണ്ട സമയം. ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഈ CM-ന് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടെങ്കിൽ മാറ്റണം. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റു പ്രശ്നം കൂടിയുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്നും ശ്രീ അജയകുമാറാണ്. ശ്രീ അജയകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെന്ന് പറയുമ്പോൾ ഈ മാധ്യമം മാത്രമല്ല, എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ കാര്യമാണ്. ADGP RSS-നെ കണ്ടു, ADGP RSS-നെ കണ്ടു. അപ്പം കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. അല്ല, കൂടുതൽ വിവരങ്ങൾ വന്നതായിട്ട് എനിക്കറിയില്ല. ഞാൻ ഇവർ തമ്മിൽ കണ്ടതിന്റെ പിന്നിൽ എന്താണെന്നുള്ളത് നിങ്ങൾ ആരും പറഞ്ഞു പിന്നെ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെ പറയാമോ? അവർ രണ്ടുപേരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയാൽ എന്താണ് സംസാരിച്ചതെന്ന് ഇവർ രണ്ടുപേരും പറയാതെ നമുക്കറിയാൻ കഴിയൂ. അപ്പൊ പിന്നെ വേറൊന്നുമില്ല. ഈ ഒരു സബ്ജക്ട് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പോയി അദ്ദേഹത്തെ കണ്ടു. അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? കേരളത്തിൽ CPM എല്ലാ കാലത്തും RSS വിരുദ്ധ, സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം അതിശക്തമായി ഉയർത്തുന്ന പാർട്ടിയാണ്. അതോടൊപ്പം തന്നെ അതിൽ ചാമ്പ്യന്മാർ ഞങ്ങളാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന പാർട്ടിയാണ്. അതെല്ലാ പാർട്ടികളും അങ്ങനെ തന്നെയല്ലേ പറയുന്നത്. ഞങ്ങളാണ് ചാമ്പ്യന്മാരെന്നേ പറയത്തുള്ളൂ. അതുകൊണ്ടല്ലേ നമ്മളെല്ലാം പിടിച്ചു നിൽക്കുന്നത്. അല്ല, നമ്മൾ മോശമാണെന്ന് ആരും പറയില്ലല്ലോ. അതിനെ ആ രീതി കണ്ടാൽ മതി. ഇപ്പൊ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് അങ്ങനെ ഒരു ചർച്ച നടത്തിയാൽ പ്രത്യേകിച്ച് ഒരു വാർത്തയൊന്നും ആക്കേണ്ട കാര്യമില്ല എന്നാണോ? വാർത്ത നമ്മൾ ചർച്ച ചെയ്യണം, വാർത്തയൊക്കെ ചർച്ച ചെയ്യണം. പക്ഷെ നമ്മൾ ആ വാർത്ത ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഇങ്ങനെയാണ്. നിങ്ങളത് സമ്മതിക്കില്ല. നിങ്ങളെന്ന് പറയുമ്പോൾ ഒരിക്കലും ഇദ്ദേഹത്തെ പേഴ്സണലായിട്ട് എടുക്കരുത്. മാധ്യമങ്ങളെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർ അതിനെ മനസ്സിലാക്കിയിരിക്കുന്നത് RSS എന്ന് പറയുന്നത് ഏതോ ഒരു നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ്, തീവ്രവാദ സംഘടനയാണ്. അവരുമായിട്ട് നിരോധിക്കപ്പെട്ട സംഘടനയാണെന്നുള്ള അഭിപ്രായം കൊണ്ടല്ല നമ്മൾ പറയുന്നത്. ആ ഒരു ആംഗിളിൽ നിർത്തിക്കൊണ്ടാണ് ചർച്ച പോകുന്നത്. അങ്ങനെയല്ല, CPM-ഉം RSS-ഉം വ്യത്യസ്തമായ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന സംഘടനയാണ്. ഈ രണ്ട് സംഘടനകളും അതിശക്തമായി തന്നെ പരസ്പരമുള്ള വിരോധം അല്ലെങ്കിൽ പരസ്പരമുള്ള എതിർപ്പ് പരസ്യമായി തുറന്നു പറയുകയും പരസ്യമായി എതിർക്കുകയും കായികമായ ആക്രമണങ്ങൾ അടക്കം നടക്കുകയും ഒക്കെ ചെയ്യുന്ന സംഘടനകളാണ്. അങ്ങനെ ഒരു സംഘടനയുമായി കേരളത്തിന്റെ സർക്കാരിന്റെ ഏറ്റവും ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ രഹസ്യ ചർച്ച നടത്തുമ്പോൾ അത് എന്തിനാണ് ചർച്ച നടത്തിയത് എന്നത് ആ പാർട്ടി അറിയണ്ടേ? അല്ലെങ്കിൽ ആ പാർട്ടി അടക്കം തള്ളിപ്പറയുമ്പോൾ അങ്ങനെയുള്ള ആളെ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്? അത് സ്വാഭാവികമായ ചോദ്യമല്ലേ? സ്വാഭാവികമായ ചോദ്യമാണ്. നമ്മൾ അല്പം ഒരു 15 വർഷം 20 വർഷം പിന്നോട്ടൊന്ന് പോയി മൻമോഹൻ സിംഗ് സർക്കാരിന് മുമ്പിൽ വരെ, അതിന് മുൻപ് ഉള്ള കാലം വരെ CPM-ഉം കോൺഗ്രസുമായിട്ടുള്ള റൈവറലി അങ്ങനെയായിരുന്നു. ഇതുപോലെ തന്നെയായിരുന്നു. ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. അതേ രീതിയിലുള്ള എതിർപ്പായിരുന്നു അന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ. ഇന്ന് അവർ ഒരു കൊടുക്കീടിലാണ്. ഇപ്പൊ ഇന്ന് അതേ രീതിയിൽ അന്ന് എങ്ങനെ കോൺഗ്രസിനെ എതിർത്തു അതേ രീതിയിൽ ഇന്ന് RSS-നെ എതിർക്കുന്നു. നാളെ ഇവര് പരസ്പരം ഒന്നിക്കില്ല. ആര് കണ്ട്? രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ ഒന്നും മുൻവിധിയോടുകൂടി നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു എന്തായാലും CPM-ന്റെ നേതാക്കളോ അല്ലെങ്കിൽ RSS നേതാക്കളോ അങ്ങനെ പരസ്പരം യോജിക്കുന്ന ഒരു നിലപാടിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞ് നമ്മളാരും കേട്ടിട്ടില്ല. അവരുടെ ആശയധാര തന്നെ തികച്ചും വ്യത്യസ്തമായ ആശയധാരയാണ്. പരസ്പരം ഒരു കാരണവശാലും യോജിക്കുന്ന ഒരു ആശയധാര എവിടെയെങ്കിലും ഉള്ളതായി നമ്മളുടെ അറിവിൽ ഇതുവരെ ആരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുമില്ല. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രാജുക്കുട്ടിയാണ് കൊല്ലത്ത് നിന്നും. ശ്രീ രാജുക്കുട്ടി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. സാറേ, ഈ കൂടിക്കാഴ്ച യഥാർത്ഥത്തിൽ നടന്നോട്ടെ, പക്ഷേ ഇത് എന്തൊക്കെയും ലാഭമുണ്ടായിട്ടുള്ള ഒരു കച്ചവടം തന്നെയാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ തെറ്റ് കാണിച്ചുവെങ്കിൽ അയാളെ മാറ്റി നിർത്തേണ്ടത് ഇവിടെ ആവശ്യമാണ്. കാരണം അത് തെറ്റായിട്ട് തന്നെയാണ്. കാരണം ഈ ഭരണത്തെ ഏറ്റവും കൂടുതൽ നാറ്റിക്കുന്നത് യഥാർത്ഥത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്.
ഗവൺമെന്റിനെ പലയിടത്തും പോക്കിയിട്ടുള്ളത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനമാണ്. അയാളെ മാറ്റി നിർത്തുന്നത് കൊണ്ടാണെങ്കിൽ എന്ത് ദോഷമാണുള്ളത്? പാർട്ടി സെക്രട്ടറി പറഞ്ഞു, ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു. അതൊരിക്കലും അയാളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമില്ല. ശരി, എന്തായാലും നമുക്ക് താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഇതിൽ എന്ത് ലാഭം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം അടക്കം ഇതിൽ ഉയരുന്നുണ്ട്. എന്തായാലും നമുക്ക് ന്യൂസ് 18 പൊതുവേദിയിൽ ഈ വിഷയത്തിലുള്ള ചർച്ച തുടരും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പാലക്കാട് നിന്ന് സലീലാണ് ചേരുന്നത്. ശ്രീ സലീം, കേരളത്തിൽ ശ്രീ സലീം, കേരളത്തിൽ CPM-ന്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ തള്ളിപ്പറഞ്ഞിട്ടും ഇപ്പോഴും ADGP ക്രമസമാധാന ചുമതലയുള്ള സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സർക്കാർ അജിത് കുമാറിനെ തയ്യാറായിട്ടില്ല. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അയാൾക്ക് ഒരുപാട് കാര്യം സംരക്ഷിക്കും. മകളുടെ കാര്യം സംരക്ഷിക്കാനുണ്ട്. അതുപോലെ അനുമർ പറഞ്ഞ കാര്യം ശരിയാണ്. പൂരം കലക്കിയിട്ട് പിന്നെ സുരേഷ് ഗോപി വിജയിപ്പിക്കാൻ കാരണക്കാർ ADGP തന്നെയാണ്. വളരെ ശരിയാണ്. അത് CPM ആരോപിച്ചിട്ടുണ്ടല്ലോ. CPM ആരോപണം പറഞ്ഞിട്ടുണ്ട് പൂരം കലക്കാൻ നേതൃത്വം കൊടുത്ത പോലീസാണെന്ന്. ഇയാളൊരു വർഗീയവാദിയാണ്. ഇയാൾ പണ്ട് പാലക്കാടിന്റെ നമുക്കറിയാം. കാസർഗോഡ് MSF-ന്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് പെർമിഷൻ പോയപ്പോൾ MSF ജില്ലാ സെക്രട്ടറി, അദ്ദേഹം കോളേജ് യൂണിയൻ ചെയർമാനൊക്കെയാണ്. അദ്ദേഹത്തിന് താങ്കൾ ഈ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞ അഭിസംബോധന. ഇയാളൊരു വർഗീയവാദിയാണ്. ഈ വർഗീയത സംരക്ഷിക്കേണ്ടത് ADGP അങ്ങനെ ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ? എന്തായാലും നമുക്ക് അങ്ങനെ ADGP-ക്കെതിരെ അങ്ങനെ ഒരു അഭിപ്രായം നമ്മൾക്കില്ല. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ കൃഷ്ണൻ നമ്പൂതിരിയാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ കൃഷ്ണൻ നമ്പൂതിരി, താങ്കൾ കേൾക്കാമോ? ഈ വിഷയം ADGP RSS കൂടിക്കാഴ്ച ഒരിക്കലും CPM-നെ ബാധിക്കാത്ത വിഷയമാണ്. ഒരിക്കലും സർക്കാരിനെ ബാധിക്കില്ലേ? സർക്കാരിനെയും ബാധിക്കത്തില്ല. ഇത് വേറെ മീഡിയ. അപ്പൊ സർക്കാർ സംഘപരിവാറിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാക്കളുമായി രഹസ്യ ചർച്ച നടത്താൻ സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ നടത്തുക എന്ന് പറഞ്ഞാൽ സംഘപരിവാറുമായിട്ട് CPM-ന് ബന്ധമില്ല. സംഘപരിവാറുമായിട്ടുള്ള ബന്ധം സതീശനല്ലോ ചർച്ച നടത്തിയത്. സർക്കാരിന്റെ ADGP അല്ലേ ചർച്ച നടത്തിയത്? അല്ല, ഞാൻ പറയട്ടെ, സർക്കാരിന്റെ ADGP എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥൻ ക്രമസമാധാന ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ വിശ്വസനായ ഒരു ഉദ്യോഗസ്ഥനല്ലേ ക്രമസമാധാന ചുമതല ഏൽപ്പിക്കുന്നത്? സർക്കാരിന്റെ നയമല്ലല്ല BJP. അങ്ങനെ നയമല്ല എങ്കിൽ അയാളെ ആ ചുമതലയിൽ നിന്ന് മാറ്റണ്ടേ? വേറെ ഉദ്യോഗസ്ഥരില്ലേ? അത് മാറും, അതിന്റെ വഴിക്ക് മാറാം. ഒരു വർഷമായി ചർച്ച നടത്തിയിട്ട് അതിൽ ഒരു IAS ഒരു IPS മാറ്റുന്നതിന് നടപടിക്രമം എന്താ? ഒരു ഈ ചുമതലയിൽ നിന്ന് മറ്റു ചുമതലയിലേക്ക് കൊടുക്കുന്നതിന് സർക്കാർ തീരുമാനിച്ചാൽ മതി. നടപടിയൊന്നും അല്ലല്ലോ. ഒരാളെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി മറ്റു ചുമതലയിലേക്ക് നമ്മൾ എത്രയോ ഉദ്യോഗസ്ഥന്മാരെ അങ്ങനെ മാറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്. മീഡിയക്കാർ പറയുന്ന പോലെ അങ്ങനെ മാറ്റാൻ നോക്കുക. മീഡിയക്കാർ പറയുന്നതല്ലോ, ഇതൊരു യാഥാർത്ഥ്യമല്ലേ. അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് പറഞ്ഞു. ആദ്യം നിഷേധിച്ചു, പിന്നീട് കൂടിക്കാഴ്ചയുടെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അത് അംഗീകരിക്കേണ്ടി വന്നു. VD സതീശൻ അല്ലല്ലോ കൂടിക്കാഴ്ച നടത്തിയത്. ഈ വിഷയത്തിൽ എന്ത് വേണം താങ്കൾ പറയൂ. VD സതീശന്റെ വിഷയം വേറെ. അത് VD സതീശൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഇല്ല, VD സതീശൻ ചർച്ചയിലാണ് തൃശ്ശൂർ പൂരം കലക്കിയിരിക്കുന്നത്. അപ്പൊ ഈ സർക്കാരിന്റെ ADGP-യിൽ സ്വാധീനം മുഖ്യമന്ത്രിയേക്കാൾ VD സതീശനാണോ? മുരളീധരനെ പരാജയപ്പെടുത്താൻ വേണ്ടി ADGP ആയിട്ട് ശ്രീ കൃഷ്ണൻ നമ്പൂതിരി, എന്റെ ഒരു സംശയം ഇതാണ്. ഈ സർക്കാർ വച്ചിരിക്കുന്ന ക്രമസമാധാന ചുമതല കൊടുത്തിരിക്കുന്ന ADGP-ക്ക് മുഖ്യമന്ത്രിയേക്കാൾ സ്വാധീനമുള്ളത് VD സതീശനാണെങ്കിൽ പിന്നെ ഈ സർക്കാർ എന്തിനാണ് നിൽക്കുന്നത്? സർക്കാരിന്റെ ഭാഗമായിട്ട് ADGP മാറിയിരിക്കും. ഒരു വർഷമായി കൂടിക്കാഴ്ച നടത്തിയിട്ട്. ഒരു വർഷമൊന്നും ആയില്ല. 2023 കൂടിക്കാഴ്ച നടന്നത്. ഒരു വർഷം 3 വർഷമായില്ലേ സ്വർണ്ണക്കടത്ത്? നിങ്ങൾ ചർച്ച അതല്ലല്ലോ, നമ്മൾ ഇതെല്ലാം എത്രയോ തവണ ചർച്ച ചെയ്തതാണ്. മറ്റു വിഷയങ്ങളല്ലേ ചോദിച്ചത്? അല്ല, ആ ചർച്ച നിങ്ങൾ കള്ളനെ പിടിച്ച പ്രതിയെ പിടിച്ച അതല്ലല്ലോ ഇവിടെ വിഷയം. ഇതിനു മുമ്പ് നടത്തിയ എല്ലാ വിഷയത്തിലും കള്ളനെ പിടിച്ചു പ്രതിയെ പിടിച്ചാൽ മാത്രമേ പുതിയ വിഷയം ചർച്ച ചെയ്യാൻ കഴിയൂ എന്ന് പറയുന്നത് എന്താണ്? പിന്നെ മീഡിയ പാർട്ടി ഇത് ഈ ഗവൺമെന്റിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് മീഡിയയുടെ ഒരു വൻപിച്ച ശൃംഖല. മീഡിയ എന്തിനാണ് പ്രവർത്തിക്കുന്നത്? ഇത് യാഥാർത്ഥ്യം പറഞ്ഞതല്ലേ? നിങ്ങളുടെ മാനേജ്മെന്റ് ഇത് യാഥാർത്ഥ്യമല്ലേ? കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിക്കുന്നു, ആ ആരോപണം ആദ്യം നിഷേധിക്കുന്നു, പിന്നീട് ആരോപണം ശരിയാണെന്ന് വരുന്നു. നേതാവാണെന്ന് പറയാൻ അർഹതയില്ലാത്തവനാണ്. അത് ആരായിക്കോട്ടെ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത് ഈ സർക്കാരിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP RSS നേതാവ് ദത്താത്രേയ ഹൊസബളയുമായി ചർച്ച നടത്തിയെന്നാണ്. ഇല്ല,
ഇല്ല 2000 രൂപ വെച്ച് കളി നടത്തുന്ന ആളാണ്. ശരി, ഓക്കെ. താങ്കൾക്ക് അഭിപ്രായം പറയാൻ താല്പര്യമില്ല, അതിന് പകരം ന്യായീകരിക്കാനാണ് താല്പര്യം എന്നത് വളരെ വ്യക്തമാണ്. അതിന് മീഡിയ മൊത്തം കുറ്റം പറയാം. ഈ വാർത്തകളൊക്കെ വന്നാൽ ഇത് കൊടുക്കാനാണ് മീഡിയ ഉള്ളത്. മീഡിയ ഉള്ളത് കൊണ്ടാണ് ഈ വാർത്തകളൊക്കെ നാട്ടുകാർ അറിയുന്നത്. അതൊക്കെ താങ്കൾക്ക് പറയാം. പക്ഷേ ഈ മീഡിയ ഉള്ളത് കൊണ്ടാണ് ഇത്തരം വാർത്തകളൊക്കെ അറിയുന്നത്. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ആരും അറിയാതെ രഹസ്യമായി കാർപ്പറ്റിനടിയിൽ മറഞ്ഞിരുന്നേനെ. ഈ കേരളത്തിലെ മീഡിയയും മാധ്യമങ്ങൾ അത്രയും സജീവമായതുകൊണ്ടാണ് അഴിമതി ഉണ്ടായാലും ഇത്തരം കള്ളക്കളികളൊക്കെ നടന്നാലും അതൊക്കെ പുറത്തറിയുന്നതും അവസാനം സർക്കാർ നടപടി എടുക്കേണ്ടി വരുന്നതും. അത് ഏതു സർക്കാരായാലും എല്ലാ കാലത്തും മീഡിയ ആ ചുമതല നിർവഹിക്കുന്നതുകൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങളൊക്കെ കുറേയേറെ മാറ്റമുണ്ടാകുന്നത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഇന്നലെ പരസ്യമായി തന്നെ തള്ളിപ്പറഞ്ഞു ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയെ. അത് ശരിയല്ല, അതിർത്തി ഞങ്ങൾക്കുമില്ലേ എന്നാണ് അദ്ദേഹം പരസ്യമായി തന്നെ ചോദിച്ചത്. പക്ഷേ അപ്പോഴും ആ ചുമതലയിൽ അദ്ദേഹം ഭദ്രമായി തുടരുകയാണ്. ഈ ADGPയെ കുറിച്ച് ഗുരുതരമായ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് നമ്മുടെ ഭരണകക്ഷി MLA അൻവർ ഉന്നയിച്ച് അതിനുശേഷം ഓരോ കാര്യങ്ങളും ADGP കുറിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവസാനത്തെ ഇതാണ് ഈ RSS നേതാവുമായിട്ട് ഈ ADGP ചർച്ച ചെയ്ത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ADGPയും നമ്മുടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുമായിട്ടുള്ള ബന്ധം, ആ P ശശി മുഖ്യമന്ത്രിയിലേക്കാണ് നമ്മൾ അതിലേക്ക് പോകുന്നത്. അപ്പൊ ഇതിന്റെ ഒക്കെ കേന്ദ്രബിന്ദു എവിടെയാണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാകാനാണ് സാധ്യത. അവിടെ വെച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ ADGP എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അന്വേഷണത്തിന് വിധേയം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും പുറത്തു വരും. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. പുറത്തു നിന്നും ശ്രീ സുരേഷ് കൂടി ചേരുന്നുണ്ട്. ശ്രീ സുരേഷ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? പാർട്ടി തള്ളിയിട്ടും എന്താണ് സർക്കാർ ADGPയെ തള്ളാത്തത്? നമസ്കാരം. ADGP പാർട്ടിയുടെ ആളല്ല. ADGP ഏതെങ്കിലും പാർട്ടി പ്രവർത്തകനോ പാർട്ടി അംഗമോ അല്ല. സർക്കാരിന്റെ തലവനായിരുന്ന സർക്കാരിന്റെ തലവൻ എന്ന് പറയുന്ന ഗവർണർ RSSന്റെ മേധാവിയെ പോയി കണ്ടല്ലോ. നിങ്ങൾ ആരും ഒരു ഇതിനെപ്പറ്റി ഒരു വിശ്ലേഷണം ചെയ്തിട്ടില്ല. ഗവർണർ RSSന്റെ മേധാവിയെ കാണുന്നതിൽ എന്താണ് ഏതെങ്കിലും തരത്തിൽ തടസ്സമുള്ളത്? അദ്ദേഹം BJP-കാരനായ BJP-യുടെ നോമിനിയായ ഒരാൾ, സംഘപരിവാർ പ്രവർത്തകനായ ഒരാൾ RSSന്റെ നേതാവിനെ കാണുന്നതിനകത്ത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ആക്ഷേപം പറയാൻ കഴിയുമോ? അല്ല, ഗവർണർ ഇവിടുത്തെ സർക്കാരിന്റെ തലവനല്ലേ? ഗവർണർ സർക്കാരിന്റെ തലവനാണോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. അയാൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വരുന്ന ആളാണ്? ആ രാഷ്ട്രീയ പാർട്ടി BJP-കാരനായ സംഘപരിവാറുകാരനായ ഒരു ഗവർണർ, ആ ഗവർണർ RSSന്റെ നേതാവിനെ കാണുന്നതിലാണോ വാർത്തയുള്ളത്? മറിച്ചല്ലേ വാർത്തയുള്ളത്? ഗവർണർ പോയി സീതാറാം യെച്ചൂരിയുമായി രഹസ്യ ചർച്ച നടത്തിയാൽ, അല്ലെങ്കിൽ ഗവർണർ പോയി രാഹുൽ ഗാന്ധിയുമായി രഹസ്യ ചർച്ച നടത്തിയാൽ അത് വാർത്തയാവും. മറ്റേതെങ്ങനെയാണ് വാർത്തയാവുന്നത്? ഈ RSS എന്ന് പറയുന്ന സംഘടന ഇവിടെ നിരോധിച്ച സംഘടനകളൊന്നുമല്ല, അല്ല. ആരും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ അങ്ങനെ. അവരെ ഈ മറ്റുള്ള എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെ കാണുന്നത് പോലെ ADGP ആരെയും കണ്ടു കാണും. ആ കണ്ടത് ഈ സർക്കാരിന്റെ രാഷ്ട്രീയമായി യോജിക്കില്ല എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. സർക്കാരിന്റെ രാഷ്ട്രീയം തീരുമാനിക്കുന്നത് ADGP അല്ല, സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഒരു സർക്കാരിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP ഇങ്ങനെ ഒരു രഹസ്യ ചർച്ച നടത്തുമ്പോൾ സർക്കാരിന്റെ നയവുമായി ബന്ധപ്പെട്ടതാണ്. ADGP അവരെ പോയി അദ്ദേഹത്തെ പോയി കണ്ടിട്ട്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും നമുക്ക് സമയക്കുറവ് മൂലം നിർത്തുകയാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉണ്ടായത്. ചുരുക്കം പേരെങ്കിലും അങ്ങനെ ചർച്ച നടത്തിയതിന് എന്താണ് തെറ്റ് എന്ന് ചോദിച്ചപ്പോൾ ഭൂരിപക്ഷം പേരും ADGP-യുടെ ഭാഗത്ത് ഗുരുതരമായ തെറ്റുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ ഈ സ്ഥാനത്ത് വെച്ച് പൊറുപ്പിക്കരുത് എന്നുള്ള തരത്തിൽ തന്നെയാണ് അഭിപ്രായം പറഞ്ഞത്. എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. കോൺഗ്രസ് നേതാവാണ്